ഇപ്പം ടാസ്ക് നടന്നിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് ഒന്നും പ്രത്യേകിച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ടീമിന് ഇതങ്ങ് വിട്ടുകൊടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നെക്സ്റ്റ് ടീമിലെ അംഗങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അഭിഷേക്, ഋഷി, ജാസ്മിൻ, അർജുൻ, ഈ സീസണിൽ മികച്ച ഗെയിം കളിക്കുന്ന 3-4 പേര് ഒന്നിച്ചു ചേർന്ന് ഒരു ടീം വന്നിരിക്കുന്നു. പിന്നെ അവരെല്ലാവരും വേറെ ആര് ജയിക്കാനാ? നമ്മുടെ രണ്ടാമത്തെ ടീം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിജോ, സായി, അഫ്സര, അവര് വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിക്കാൻ പറ്റും. മറ്റവരോട് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ടീം തന്നെയാണ്. പക്ഷെ ബാക്കി 2 ടീം എടുത്തു കഴിഞ്ഞാലും അവരെങ്ങനെ എത്തും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ടീമിൽ ജിൻഡോയും നന്ദനയും മാത്രം, മറ്റൊരു ടീമിൽ നമ്മുടെ ഫ്രീദു, അൻഫിബ, നോറ. എപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ബിഗ് ബോസിൽ ഒരുപോലെ ആണെന്ന് പറഞ്ഞാലും ചില പരിമിതികൾ സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പുരുഷൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല ചില കാര്യങ്ങളിൽ കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളെന്ന് പറയത്തില്ല, ചില കാര്യങ്ങളിൽ. അപ്പം ആ ടാസ്കിൽ പലപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കട്ടെടുക്കൽ ടാസ്ക് തന്നെ നമുക്ക് ഉദാഹരണമായി എടുത്താൽ ജിൻഡോ എനിക്ക് തോന്നുന്നു 3, 4, 5, 6, 7 എണ്ണം കൂടുതലായിട്ട് എടുത്തിട്ട് വന്നു. പക്ഷെ നന്ദനയ്ക്ക് അത് പറ്റിയില്ല. നന്ദനയ്ക്ക് കുറച്ചാണ് എടുക്കാൻ പറ്റിയത്. അത് അവരുടെ ടീമിനെ ബാധിക്കുകയും അവർ 2ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് അവർ 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ്. 44 എങ്ങാണ്ടമാണ് നെക്സ്റ്റ് ടീം എടുത്തത്. ജിൻഡോയുടെ ടീം എടുത്ത് 36, 37 എങ്ങാണ്ട് എടുത്തു. പിന്നെ 7 കട്ട ജിൻഡോ എടുത്തുകൊണ്ട് വന്ന് 7 കട്ടയോ 8 കട്ടയും കണ്ട അധികം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്ദനെ ആ പച്ചക്കട്ടയും കൊണ്ട് എടുത്തിരുന്നെങ്കിൽ അവരുടെ ടീം വിജയിച്ചേനെ. അപ്പം അങ്ങനെ പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഒരു എന്താ പറയുന്നത്, നെക്സ്റ്റ് ടീമിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി പക്ഷാപാതം കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ടാസ്ക് ഒന്നും പ്രത്യേകിച്ച് ഇനി 2-3 ടാസ്കും കൊണ്ട് അത് നടത്തേണ്ട കാര്യമൊന്നുമില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നെക്സ്റ്റ് ടീമിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൽ കാണുന്ന ഒരു കാര്യം. പിന്നെ അല്പവും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സായിക്കും ഫിജോ, അപ്സര ഇറങ്ങുന്ന ടീമിനാണ്. അവർക്കും ഒരു പരിധിവരെ മറ്റവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അഭിഷേക്, അർജുനായാലും ഋഷി ആണെങ്കിലും ഗെയിം വന്നു കഴിഞ്ഞാൽ, ടാസ്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളിലെ 100% കൊടുക്കുന്ന 3 പേരാണ്. അവരോട് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നക്കുറവുണ്ട്. ഡെൻ ടീമിനുള്ള സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ 2 പേരേ ഉള്ളൂ, ജിൻഡോയും നന്ദനയും. അവരെല്ലാ ടാസ്കും കളിക്കണം, മാറി നിൽക്കാനേ പറ്റില്ല. 4 പേരുള്ള ടീമിലൊക്കെ 2 പേര് മാറി നിന്നിട്ട് 2 പേർക്ക് കളിക്കാൻ പറ്റും. അടുത്ത ടാസ്ക് 2 പേർക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇവർക്ക് അതും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ